അങ്ങനെ ലാലേട്ടൻ വന്നിട്ട് എല്ലാവരെയും പൊരിക്കുന്ന കാണാൻ കാത്തിരിക്കുവായിരുന്നു കേട്ടോ ഞാൻ. അപ്പൊ കുറച്ചുപേരെ പൊരിച്ചു, അവർക്കുള്ള ശിക്ഷയും കൊടുത്തു, സമ്മാനവും എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്തിരി കുറഞ്ഞു പോയില്ലേ എന്നൊരു ഡൗട്ട് എനിക്കില്ലായികയില്ല. മിക്കവാറും നാളെ ബാക്കി പൊരിക്കൽ നടക്കുമായിരിക്കും. അപ്പൊ ഞാൻ മനസ്സിൽ കണ്ടുവച്ചിരുന്ന കുറെ കാര്യങ്ങൾ ലാലേട്ടൻ പിടിച്ചു വെച്ചിരുന്ന് പൊരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ കാണാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെയിനിങ് വോയ്സ്. അപ്പൊ ഇതൊരു റിവ്യൂ അല്ല, എന്റെ മനസ്സിൽ തോന്നിയ ചെറിയ കെണികൾ. എന്തായാലും ഒരാഴ്ചത്തെ സങ്കടം തീർക്കാൻ പാകത്തിന് നല്ല അടിപൊളി ഡ്രസ്സും നല്ല മേക്കപ്പിനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നേരം വെളുത്തപ്പോ തന്നെ റെഡി ആവാനുള്ള തിരക്കിലാണ്. നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. ലാലേട്ടൻ വന്നിട്ട് ആദ്യം ഡിസ്കസ് ചെയ്ത് പണിപ്പുര ടാസ്ക് ആയിരുന്നു കേട്ടോ. നമ്മുടെ പണിപ്പുരയിലിട്ട് പോവാൻ താല്പര്യമില്ലാത്തവരെ പൊക്കാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ എല്ലാവരും തല ഊരിയെങ്കിലും സമ്മാനം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തല വെച്ചു കൊടുത്തത് നിവിനാണ് കേട്ടോ. ലാലേട്ടൻ വെച്ച ആ കെണി നിവിൻ അങ്ങോട്ട് മനസ്സിലായില്ല, ചെന്ന് ചാടി കൊടുത്തു. എന്തായാലും നല്ല അടിപൊളി ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഇനി ബിഗ് ബോസ് വീട്ടില് പണിപ്പൂരയിലേക്ക് കയറാൻ നിവിന് ഒരു അവകാശവും ഇല്ല എന്നുള്ള രീതിയിലാണ് നല്ല സമ്മാനം കിട്ടിയേക്കുന്നത്. പിന്നെ ഭക്ഷണം ആർക്കും തികയുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നല്ലോ. ഇനി അതൊന്നും ഒഴിവാക്കാൻ വേണ്ടി ലാലേട്ടൻ ഒരു അടിപൊളി സമ്മാനം എല്ലാവർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? റവ. ഒരു നേരത്തേക്കുള്ള റവേ ഉള്ളൂ അത്, പക്ഷെ എന്നാലും ഒരു നേരത്തേക്കുള്ളതായല്ലോ. ആ ഒരു സമാധാനത്തിലാണ് ബിഗ് ബോസ് വീട്ടിലെ ആൾക്കാരൊക്കെ. പിന്നെ കുറച്ച് ഒളിച്ചിരുന്ന ആൾക്കാരെ പിടിച്ചു. നമ്മുടെ അടുക്കളയിൽ ഒളിച്ചിരുന്നവരെയാണ് കേട്ടോ പിടിച്ചേ. ലാലേട്ടൻ അത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുക്കളയിൽ മാത്രം നിൽക്കുന്നവരെ ഞാൻ പിടിക്കൂന്ന്. പക്ഷെ അതിലും കൂടുതൽ ഒളിച്ച കുറെ പേര് അതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അവരെ മിസ്സായി. എന്തായാലും ഒനീലിനെ പിടിച്ചിട്ടുണ്ട്. ഒനീലിന്റെ ടീമിനെയും പിടിച്ചു. പിന്നെ അന്ന് അടുക്കളയിലുണ്ടായ വഴക്കിനും ലാലേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടോ. കാരണം അടുക്കള അടുക്കാനുള്ള ഇടമാണ് എന്ന് പണ്ടേ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ചാണ് ലാലേട്ടൻ വീണ്ടും പറഞ്ഞത്. അവിടെ കടന്ന് അടി ഉണ്ടാക്കരുത് എന്ന് എനിക്കും ഒരു അഭിപ്രായമുണ്ട്. അതെങ്ങനെയാ? അടുക്കള മാത്രമല്ല, അവിടെയുള്ള എല്ലാ ഇടവും അടി ഉണ്ടാക്കാനുള്ള ഇടമായിട്ടാണ് ബിഗ് ബോസ് വീട്ടിലുള്ള ആൾക്കാർ കണ്ടുവച്ചേക്കുന്നത്. പിന്നെയും കുറച്ച് ഒന്നിച്ചിരുന്ന് പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ അക്ബറും ശരത്തുമാണ്. അവരെയും പൊക്കിയിട്ടുണ്ട്. ഒന്നിച്ചിരുന്ന് വലിയ പ്ലാനിങ് ആണ് എന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി കേട്ടോ. പക്ഷെ അക്ബറിനും ശരത്തിനും അത് വളരെ മോശമായിട്ട് തോന്നിയെങ്കിലും ലാലേട്ടൻ അതത്ര മോശമായിട്ടല്ല പറഞ്ഞത്. ഒന്നിച്ചു നിന്ന് പ്ലാൻ ചെയ്യാൻ രണ്ടുപേരെങ്കിലും ആ വീട്ടിലുണ്ടായല്ലോ എന്ന രീതിയിൽ പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മുടെ സ്റ്റാർ ബാൻഡ് പോയ വഴികളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു റൂട്ട് മാപ്പ് ഉണ്ടാക്കിക്കൊണ്ടാണ് കേട്ടോ ലാലേട്ടൻ വന്നത്. അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ആര്യന്റെ കൈ കിട്ടിയ ബാൻഡ് ആര്യൻ ആർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല. ആ കട്ടെടുത്തുകൊണ്ട് പോയതല്ലാതെ വേറെ ആരും അത് തട്ടിപ്പറിച്ചു വാങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. കട്ടെടുത്തുകൊണ്ട് പോയത് എന്തായാലും ടാസ്കിന്റെ ഇടയിലല്ലല്ലോ, ടാസ്ക് നിർത്തിവെച്ച സമയത്തായതുകൊണ്ട് അതത്ര കാര്യമാക്കിയിട്ടുമില്ല. പക്ഷെ ബാക്കിയുള്ളവരുടെ ബാൻഡൊക്കെ പല പല കൈകളിലൂടെ മാറി മാറി ഇപ്പൊ ഇരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ എത്തിയതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ടൊരു റൂട്ട് മാപ്പിൽ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബിഗ് ബോസ് എന്തായാലും മനസ്സ് മാറിയിട്ടുണ്ട്. ആ സ്റ്റാർ ബാൻഡ് എന്തായാലും ഈ ആഴ്ച വേറെ ആർക്കും എടുക്കാൻ പറ്റില്ല. അപ്പൊ നിവിൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരാഴ്ചത്തേക്ക് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കാം, മേക്കപ്പ് ഒക്കെ ചെയ്ത് നടക്കാം. പിന്നെ സ്റ്റാർ ബാൻഡിന്റെ കാര്യവും പറഞ്ഞു പൊക്കിയത് നമ്മുടെ ഗിസൈലിനെയാണ് കേട്ടോ. കാര്യം അടിപൊളിയായിട്ട് സ്റ്റാർ ബാൻഡ് ഒക്കെ നേടിയെടുത്തെങ്കിലും സ്റ്റാർ ബാൻഡ് കൈവിട്ട് പോയി കഴിഞ്ഞപ്പോ ഗിസൈൽ ഒരു കളി കളിച്ചില്ലേ, ആ കളിയെ കുറിച്ചാണ് ലാലേട്ടൻ പറഞ്ഞത് കേട്ടോ. ഞാൻ ഈ ടാസ്ക് തുടങ്ങും മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ ആ ബാൻഡ് വേണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അതിലൊരാളാണ് ഗിസൈൽ. ആ ബാൻഡ് കയ്യിൽ നിന്ന് പോയിപ്പോ ഉള്ള സാധനങ്ങളൊക്കെ തിരിച്ചു വെക്കുന്നതിന് പകരം കുറെ സാധനങ്ങൾ അവിടെ ഇവിടെയും മറച്ചും മാറ്റിയും വെച്ചൊക്കെ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഒരു അടിപൊളി പണിഷ്മെന്റ് ആണ് കേട്ടോ കൊടുത്തത്. ലാലേട്ടൻ ഗിസൈലിന്റെ ഒരു പെട്ടി നേരെ നാട്ടിലോട്ട് തിരിച്ചയക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെട്ടിയിൽ കൊണ്ടുവന്നേക്കുന്ന ഒരു സാധനവും ഇനി ആ ബാൻഡ് കൈ കിട്ടിയാൽ പോലും കൈ കിട്ടില്ല എന്നുള്ളതാണ് കാര്യം. അതിൽ കുറെ മേക്കപ്പ് ഐറ്റംസും അടിപൊളി ഡ്രസ്സുകളും ചെരുപ്പുകളും ഒക്കെ ഉണ്ടാവും. എല്ലാം എന്തായാലും തിരിച്ചയക്കുവാണ്. അപ്പൊ ഒരു കാര്യമുണ്ട്, ഗിസൈലിന് ഇനി ആ ബാൻഡിന്റെ കാര്യം ഓർത്ത് വലിയ ടെൻഷൻ അടിക്കണ്ട, ഉള്ളതൊക്കെ ഇട്ട് അങ്ങ് നടന്നാൽ മാത്രം മതി. പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു മെന്റൽ ആൻഡ് ഫിസിക്കൽ ടാസ്ക് ഒക്കെ വരുന്ന ഒരു ഗെയിം ആണല്ലോ. അപ്പൊ എല്ലാവരും മോർണിംഗ് എണീക്കുമ്പോ തന്നെ ഒരു വാമപ്പോ എക്സസൈസോ ഒക്കെ ചെയ്യണം എന്നാണ് ലാലേട്ടൻ പറയുന്നത്. എന്തായാലും ഈ പ്രാവശ്യം ജിമ്മൊന്നും വെച്ചു കൊടുത്തിട്ടില്ല. കാരണം ജിമ്മ് വെച്ചാലും ആരും യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യുന്ന 1-2 പേരെ ഉണ്ടാവുള്ളൂ. സ്വന്തമായിട്ട് ചെയ്യാവുന്ന കുറച്ച് വാമപ്പുകളൊക്കെ ചെയ്യാനാണ് പറഞ്ഞത്. എന്തായാലും നിവിനെയാണ് ഏൽപ്പിച്ചേക്കുന്നത് കേട്ടോ. നിവിൻ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. പല വെറൈറ്റി ആയിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ദിവസവും കാലത്ത് ഇനി മുതൽ നമുക്ക് വാമപ്പും എക്സസൈസും ഒക്കെ കാണാമെന്നാണ് പറയുന്നത്. അടുത്ത് നമ്മുടെ വീക്കിലി ടാസ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്തവരെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യട്ടോ. അക്ബറിനാണല്ലോ ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടിയത്.
എന്നാലും നമ്മുടെ ആര്യന്റെ കുറച്ച് കോയിൻസ് ചിലപ്പോ നമ്മുടെ നിവിൻ പൊക്കി വെച്ചില്ലായിരുന്നെങ്കിൽ ആര്യനും അക്ബറും ഒക്കെ ഏകദേശം ഒരേ കൗണ്ടിൽ വരേണ്ടതായിരുന്നു. പിന്നെ അടുത്തതായിരുന്നു ഏറ്റവും വലിയ പൊരിക്കല്, ഇരട്ടപ്പേരിന്റെ പേരും പറഞ്ഞ്. ഇരട്ടപ്പേര് ഒരു തമാശയ്ക്ക് വേണ്ടി ഇടാനായിരുന്നു ബിഗ് ബോസ് ഉദ്ദേശിച്ചത്. പക്ഷെ എല്ലാവരും വളരെ സീരിയസ് ആയിട്ടാണല്ലോ ഇട്ടത്. അതിൽ വളരെ മോശമായിട്ടിട്ട പേരുകൾ പ്രത്യേകം വിളിച്ച് വഴക്കും പറഞ്ഞു. എന്തായാലും അക്ബറിന് ഒരു പണിഷ്മെന്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച കൊണ്ട് നമ്മുടെ രേണുവിനെയും കൊണ്ട് നല്ലത് എന്തെങ്കിലും പറയിക്കാം നോക്കാം എന്ന് പറഞ്ഞാണ് അക്ബർ നിൽക്കുന്നത്. എന്തായാലും വഴിയേ കാണാം. മാത്രമല്ല അവസാനം ഒരു സെലക്ട് ചെയ്ത പേരൊക്കെ വെച്ചിട്ട് ഒരു മൈക്കൊക്കെ പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ മുള്ളമ്മന്നിയും പൂമ്പാറ്റയും പാവക്കുട്ടിയും ഒക്കെ പ്രിന്റ് ചെയ്ത് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ അടിപൊളി പേരുകളൊക്കെ ഇട്ടത് രഞ്ജിത്ത് ചേട്ടനായതുകൊണ്ട് രഞ്ജിത്ത് ചേട്ടനെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള വഴക്കാണ് അടുത്ത പ്രശ്നം കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ദേഷ്യമാണെന്നാണ് ലാലേട്ടൻ പറയുന്നത്. സ്പെഷ്യലായിട്ട് നമ്മുടെ ശരത്തിനെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാവരെയും കൂടിയാണ് ഉപദേശിച്ചത്. ദേഷ്യം ഇച്ചിരി കൺട്രോൾ ചെയ്യാൻ എല്ലാവരും പഠിക്കണം എന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അപ്പൊ കുറച്ചൊക്കെ ഒരു വഴക്കും അടി ഒക്കെ ഒന്ന് കുറഞ്ഞു കാണാൻ പറ്റും എന്ന് ഞാൻ ഫ്യൂച്ചറിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് എനിക്കും വേണ്ടത്. അപ്പൊ നമുക്ക് വേണ്ടതുപോലെ മറ്റുള്ളവർ ചെയ്യുന്നോ അല്ലെങ്കിൽ അതുപോലെ പ്രവർത്തിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കുമ്പോഴാണ് ഈ അടികൾ കൂടുതലും ഉണ്ടാവുന്നത് അല്ലെ. ബിഗ് ബോസ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം കൂടുതലൊന്നും കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ. ഈ പ്രാവശ്യമാണെങ്കിൽ ഒന്നും തന്നെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. സത്യത്തിൽ ബിഗ് ബോസിനോടൊക്കെ ഉള്ള ഫ്രസ്ട്രേഷൻ ആണ് എന്ന് തോന്നുന്നു ബിഗ് ബോസ് വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി തീർക്കുന്നത്. എന്തായാലും ഇനി അത് കുറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലുള്ള ഒരു ബിഗ് മാസ്റ്റർ മൈൻഡിനെ പൊക്കിയതാണ് കേട്ടോ. രേണുവാണ് അതിന്റെ ആള്. എന്റെ പൊന്നോ, ഇത്രയും വലിയ പ്ലാനിങ് ഒക്കെ ആയിട്ടാ വരുന്നേ എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. കാര്യം ഫസ്റ്റ് വീക്കില് എലിമിനേഷനിൽ വരും എന്നൊക്കെ ചിന്തിച്ചു കൂട്ടി അതിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നു എന്നാണ് പറയണേ. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്കും അങ്ങനെ അവസാനത്തെ വീക്കും വരെയുള്ള എലിമിനേഷന്റെ വീഡിയോ എടുത്തിട്ടാണ് വന്നേക്കുന്നത്. അത് ഓരോ വീക്കിലും ആവശ്യം വരുന്നതനുസരിച്ച് ഇടാൻ പാകത്തിന് പ്ലാൻ ചെയ്തൊക്കെയാണ് വന്നേ. എന്തായാലും അതിന്റെ പ്രധാന കാരണം പുള്ളിക്കാരിയുടെ ഒരു കസിനാണ്. പുള്ളിക്കാരിയുടെ കസിനോട് പ്രത്യേകം ചോദിച്ചതാണ് ഇങ്ങനെയൊക്കെ ചെയ്യാവോ, പ്രശ്നമാവില്ലേ എന്നൊക്കെ ചോദിച്ചതാണ്. എന്തായാലും കസിൻ ഓക്കെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് കേട്ടോ ആ വീഡിയോ ഇട്ടത്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ മലയാളികൾ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല എന്നുള്ളതാണല്ലോ അതിന്റെ ഒരു സെറ്റപ്പ്. മാത്രമല്ല അടുത്തൊരാളുണ്ടെങ്കിൽ ആക്കട തലയിൽ ചാർത്തിയിട്ട് രക്ഷപ്പെടാനേ നോക്കുള്ളൂ. വേറെ എന്തൊക്കെ പ്ലാനിങ് ഉണ്ട് റേണുവിന്റെ കയ്യില് എന്നുള്ളത് നമുക്ക് വഴിയേ കാണണം. വേറെ വഴിയില്ല. അല്ല, ഇങ്ങനെ വോട്ടിങ്ങിനൊക്കെ വേണ്ട കാര്യങ്ങൾ പുറത്ത് സെറ്റാക്കി വെച്ചിട്ടുള്ളതുകൊണ്ടാണ് അവിടെ അനങ്ങാതിരുന്നേ എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഫസ്റ്റ് 2-3 ദിവസം ആളെ അവിടെ കാണാനേ ഉണ്ടായില്ല. വേറെ കുറച്ച് തല്ലും പ്രശ്നങ്ങളും അവിടെ എവിടെയും പോയി ഉണ്ടാക്കിയതല്ലാതെ വേറെ ഒന്നിലും കണ്ടിട്ടുമില്ല. എന്തായാലും ലാലേട്ടൻ വാൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനത്തെ പരിപാടികൾ പാടില്ല, വേറെ ആരും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതോടെ നിർത്തിക്കോ എന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെ വോട്ടിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നാണ്. വീടിനകത്ത് എന്ത് ചെയ്തോ അതാണ് കാര്യം, അല്ലാതെ പുറത്ത് വേറെ ആൾക്കാർ ചെയ്യുന്നത് വെച്ചല്ല വോട്ട് ചെയ്യണ്ടേ എന്നുള്ളതാണ് ലാലേട്ടൻ അവിടെ പറഞ്ഞത്. ഫൈനലി നമ്മുടെ കള്ളനെ പൊക്കിയിട്ടോ. എന്താണ് ലാലേട്ടൻ കള്ളനെ പൊക്കാത്തെ എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഞാൻ. എന്തായാലും ആ കള്ളനെ പൊക്കിയിട്ടുണ്ട്. നിവിൻ കട്ടെടുത്തതും അത് ഒളിപ്പിച്ചു വെച്ചതും ഒക്കെ വീഡിയോ നല്ല അടിപൊളിയായിട്ട് എല്ലാവരെയും കാണിച്ചു കൊടുത്തു കേട്ടോ. പക്ഷെ നിവിൻ പറയുന്നത് കട്ടതല്ല, ഞാനിവിടെ നിന്നു പോകാൻ വേണ്ടി ചെയ്ത കുറെ കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ എടുത്തത് എന്നേ പറയാവുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. കട്ടതല്ല, എടുത്തത്. എന്തായാലും ആ കാണിച്ചു കൂട്ടിയതൊക്കെ ലാലേട്ടന് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒരു സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചെരുപ്പ് മതി എന്ന് ചോദിച്ചതുകൊണ്ട് ഒരു ചെരുപ്പ് കൊടുത്തിട്ടുണ്ട്. ഒറ്റ ചെരുപ്പ് അത് പാകാവു പോലും ഇല്ല. അതാണ് അതിന്റെ രസം. എന്തായാലും അടുത്ത വീക്കിൽ വരുമ്പോൾ അതിന്റെ വലിയതും 2 കൊടുക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. വഴിയേ കാണാം. അങ്ങനെ വീട്ടിലെ കുറെ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് അവർക്കുള്ള പണിഷ്മെന്റും എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവരുടെയും വിശേഷം ചോദിച്ചിട്ടോ. എല്ലാവർക്കും ഇതുവരെ എങ്ങനെയുണ്ട് ബിഗ് ബോസ് വീട്ടിൽ എന്നുള്ളതൊക്കെ ചോദിച്ചു. അപ്പൊ നാളെയാണ് ഇനി എലിമിനേഷൻ ഡേ. നാളെ അപ്പൊ ഇനി ആര് എലിമിനേറ്റ് ആവും, ഏറ്റവും തലമൂത്ത ആള് എലിമിനേറ്റ് ആവുമോ അതോ ഇനി വേറെ ആരെങ്കിലും എലിമിനേറ്റ് ആവുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം. അപ്പൊ ഇനി സൺഡേ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമന്റ്സും താഴെ രേഖപ്പെടുത്തുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.